ഹായ്. നമുക്കിത് ഇന്ന് ഈ ബ്ലൗസിൽ നമുക്കൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്താലോ? ഇത് വന്നിട്ട് ബ്രൈഡിൻ്റെ ബ്ലൗസൊന്നും അല്ല, ബ്രൈഡിൻ്റെ കസിൻ്റെ ബ്ലൗസാണ്. അപ്പം നമുക്ക് ഇതിൽ ജസ്റ്റ് ഒരു നെക്ക് ലൈൻ കൊടുത്തിട്ട് കയ്യിലും അതുപോലത്തെ ഒരു ബോർഡർ, പിന്നെ ജസ്റ്റ് കുറച്ച് വർക്ക് മാത്രമേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഇതാണ് എൻ്റെ ആമാടപ്പെട്ടി. ഇതിനകത്താണ് ഞാൻ എൻ്റെ സ്വീക്കൻസ്, നീഡിൽ, ത്രെഡ് എല്ലാം സൂക്ഷിക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ ഇതിനകത്ത് ഈ മജന്ത കളറായതുകൊണ്ട് ഇതുപോലത്തെ കുന്തൻ സ്റ്റോൺസാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നെക്ക് ലൈൻ കൊടുക്കേണ്ടത്, ഫുള്ളി നെക്ക് ലൈൻ ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് നെക്ക് ലൈൻ. ഇങ്ങനെ ഈ രണ്ട് ഈ ഗോൾഡിൻ്റെ ആൻറ്റിക് ബീഡ്സും ബാക്കി ലേസും വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത്, പിന്നെ ഇങ്ങനത്തെ ഒരു റൗണ്ട് ഒരു ഫ്ലവർ ഷേപ്പിൽ, അതായത് ഫ്ലവറും പിന്നെ അതിൻ്റെ ഇതൊക്കെ ആയിട്ട് ലീഫും, ഇങ്ങനൊരു ഡിസൈനാണ് ഇതിനു വേണ്ടി ചെയ്തത്. ഇത് ബാക്ക് നെക്കാണ്. ഇതുപോലെ തന്നെ വൺ സൈഡ് ഫ്രണ്ട് നെക്കിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടുള്ള വ്യൂ ഇതാണ്. നമ്മുടെ ബാക്ക് നെക്ക് ഫുള്ള് കവർ ചെയ്തു. ഇനി ഫ്രണ്ട് നെക്കിൽ ഈ ഫ്രണ്ട് നെക്കും ചെയ്തിട്ട് കയ്യിലും ഇതുപോലത്തെ ഒരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് നെക്ക്. ഫ്രണ്ടിൽ ഒരു സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, മറ്റേ സൈഡ് കവറായി പോകുന്നതുകൊണ്ട് വൺ സൈഡ് മാത്രമേ ഉള്ളൂ. ഇതേപോലത്തെ ഡിസൈൻ തന്നെ കയ്യിലും ഇതുപോലത്തെ ഒരു ബോർഡർ കൊടുത്തിട്ട് ബാക്കി ഇതേ ഡിസൈൻ. പിന്നെ ഫുൾ കുന്തൻ സ്റ്റോൺസ് ഇങ്ങനെ കൈ ഫുള്ളായിട്ട് ഇങ്ങനെ അത്രയും സൈഡ് നമ്മൾ കാണുന്ന അത്രയും പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ടും പറയാം.